ഹലോ ഡിയേഴ്സ്. അപ്പം ഒരുപാട് നാൾക്ക് ശേഷമാണ് ആക്ച്വലി ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരാളുമല്ല. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മ ഉണ്ടാവും കേട്ടോ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ, അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ട് വീഡിയോ എടുക്കുന്നത്. ഇന്ന് മാൻവിയുടെ ബ്രൈഡ്സ് ബി ഫംഗ്ഷനാണ്. ഓക്കെ, അവളുടെ 10th ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് അവൾക്കത് ആ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ റെഡിയായി. ആക്ച്വലി ഇന്ന് മഴയും കൂടെ ഉണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഔട്ട്ഡോറൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ഫംഗ്ഷനാണ്, പക്ഷേ എന്താണ് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം അവളുടെ മാരേജ് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ളൊരു ഫസ്റ്റ് ഫംഗ്ഷനും കൂടെയാണത്. ഇതായിരിക്കില്ല മേ ബി നിങ്ങളിലേക്ക് ഫസ്റ്റ് വരുന്നൊരു വീഡിയോ, ബട്ട് ഇത് അവൾക്കൊരു മെമ്മറിയാണ്. എന്നും നമുക്ക് എന്താണ് നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പം ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ അത് ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് അവൾക്ക് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. പ്രൊഫഷണൽ അല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി വീഡിയോ കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് അവൾ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10th ഓൺവേർഡ്സ് ഇങ്ങോട്ടേക്ക് ലൈക്ക് എനിക്ക് പോലും ഇല്ല, ഞാൻ പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ്. ബട്ട് അവളെ സംബന്ധിച്ചോളം അവൾക്ക് എല്ലാ ടൈമിൽ പഠിച്ച ആൾക്കാരുമായിട്ട് ഇപ്പോഴും ഫ്രണ്ട്സാണ്. സോ അതുകൊണ്ട് അവരുടെ ആ ഒരു ടീമിൻ്റെ എഫേർട്ടൂടെയാണ് ഈ ബ്രൈഡ്സ് ബി ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. കാരണം ഇന്നിപ്പം ഒരുപാട് പോരായ്മയുണ്ട്, ലൈക്ക് അവർക്ക് എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും അവരത് അവൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങളും കൂടിക്കോട്ടോ. അപ്പം ഇനി നമുക്ക് ആ ഒരു ബ്രൈഡിനെ മീറ്റ് ചെയ്യേണ്ട. രാവിലെ മുതൽ റെഡി ചെയ്തിരിക്കുന്ന ബ്രൈഡിനെ ഓക്കെ. ഇത് ആക്ച്വലി നമ്മൾ ഏത് റെഫറൻസായിരുന്നു? ആ ഒരു പിങ്ക് തപ്പി പോയതാണ്. പക്ഷെ പിങ്കിൽ നമ്മൾ ഈ ഒരു കല്യാണത്തിന് എല്ലാ കളറും യൂസ് ചെയ്യണം എന്നുള്ളത് അജണ്ടയിലാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ടേ ഇതാണ്. പക്ഷെ നല്ല സെറ്റ് ആണ്. സിമ്പിൾ ലുക്ക്, ഞാൻ എപ്പോഴും ഹെവി ലുക്കാണ് എല്ലാം ചൂസ് ചെയ്യുന്നത്. സിമ്പിൾ ലുക്കിലേക്ക് ബാക്കി ഞങ്ങൾ സമയമില്ല അതുകൊണ്ട്. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് എന്താണ് അവളുമാര് ചെയ്തെന്നുള്ളതൊക്കെ കാണാം. എനിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം അവിടെ എസ്തെറ്റിക് ലുക്കും ഇന്നത്തെ ലുക്കും ഒക്കെ രണ്ടിനുണ്ട്. നല്ല രസമുണ്ട്. നമ്മളെ കാണാതല്ലേ ഞാൻ ഫ്രണ്ടിൽ പോട്ടെ. കംപ്ലീറ്റ് ഡെക്കോറും ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് ഓയിസ്റ്റർ ടീമാണ്. ആക്ച്വലി ഇവരുടെ ഒരു ബർത്ത്ഡേ ഷൂട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു സെക്കൻഡ് ടൈമാണ് ഇവരുമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സൂപ്പറായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ഫോട്ടോ ഫ്രെയിമിൽ കാണുന്നതാണ് ആക്ച്വലി ഇവരുടെ ആ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്. അത്രയും പേരൊന്നും ഉണ്ടായിട്ടില്ല, ബട്ട് വെഡ്ഡിങ് ആകുമ്പോഴത്തേക്ക് അവരെല്ലാവരും എത്തുന്നതാണ്. അപ്പം നല്ലൊരു സൂപ്പറായിരുന്നു കാണാനൊക്കെ ആയിട്ട്. കാരണം ഇവർ അവളുടെ ഒരു ഡ്രസ്സിനോട് ചേരുന്ന രീതിയിലുള്ള തീമൊക്കെയാണ് ചൂസ് ചെയ്തിരുന്നത്. ഇത് അവരുടെ ഒരു ഫോട്ടോ സെക്ഷനാണ്. ആക്ച്വലി ഇവരുടെ ഓരോരോ ടൈമിലും എടുത്തിട്ടുള്ള ലൈക്ക് LKG മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഫോട്ടോസും ഉണ്ട്. ഇവളുടെ ഇത് 5th വെഡ്ഡിങ് ആണ്, ലൈക്ക് അവരുടെ ബാച്ചിൽ. അതിൻ്റെ 4th വൺ വരെ അവർ പോയിരിക്കുന്ന ബ്രൈഡ്സ് ടു ബി ഫംഗ്ഷനും അങ്ങനത്തെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസം. ഇവരെല്ലാവരും തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങളെല്ലാം അവരുടെ കംപ്ലീറ്റ് പ്ലാനും ചെയ്തിരിക്കുന്ന ഇവർ ഇത്രയും പേരുമാണ്. അവളുടെ ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു തീമാണെങ്കിലും എല്ലാം അവർ ഇങ്ങനെ ഡാൻസോ കാര്യങ്ങളോ ഒന്നും അധികം ചെയ്യുന്ന കുട്ടികളല്ല. ബട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് അവർ അത്രയും പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും. കാരണം ആ ഒരു ഈവൻറ്റ് അത്രയും സൂപ്പർബായിട്ടാണ് ഇവർ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഓരോ കാര്യങ്ങളും, അത് കേക്കായാലും, കേക്കൊക്കെ എന്ന് പറയുന്നത് ആക്ച്വലി ഇവരുടെ എനിക്ക് തോന്നുന്നു എല്ലാ ഫംഗ്ഷനും ഇവർ ഒരാളുടെ അടുത്ത് നിന്ന് തന്നെയാണ് അതെല്ലാം വാങ്ങിക്കുന്നതും എല്ലാം. അത്രയും സൂപ്പറായിരുന്നു കേക്കും കാര്യങ്ങളും എല്ലാം. അതിനിടയിൽ ഡാൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. നല്ല റീൽസ് എടുക്കൽ, അങ്ങനെ
ആ ഒരു ഈവൻറ്റ് അത്രയും സൂപ്പർവായിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നാണെങ്കിൽ പൊതുവേ ഒരു മഴയുടെ മൂഡിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ വെളിയിൽ വെച്ചിവിടെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എല്ലാം നമുക്ക് ഒത്തു വന്നു. ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയിട്ട് തന്നെയാണ് അവർ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തത്. അവർക്ക് അവിടെ നിന്ന് എണീക്കാൻ പോലും വയ്യ. ഒരാൾ വരുന്നില്ല. ശ്രുതി പെട്ടെന്നാണ് ശ്രുതിയെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒരുപാട് മെമ്മറീസിന് റഷായിട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ കിൻഡർ ഗാർഡൻ മുതലുള്ള ഫ്രണ്ടാണ് ശ്രുതി. അപ്പോൾ ഒരു 15 ഇയേഴ്സിന് മീതെയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ എൻ്റെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്കും അതുപോലെ ആളുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്കും നമ്മൾ രണ്ടുപേരുടെയും പ്രസൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവളുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റ് അവൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവളുടെ കല്യാണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അടുത്തിരിക്കുന്ന ഡേറ്റ്സൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങൾ ഏറ്റവും ചെറുപ്പത്തിൽ കിൻഡർ ഗാർഡനിൽ ഇങ്ങനെ LKG മുതൽ ശ്രുതി ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പം ആ സമയത്ത് കുറേ കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ മെയിനായിട്ടുള്ള വഴക്കുകൾ, അത് കഴിഞ്ഞിട്ട് അത് റീജോയിൻ ചെയ്യുന്നത്, ചിലപ്പോഴൊക്കെ അമ്മമാർ വന്നിട്ടൊക്കെ ഞങ്ങളെ കൂട്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ലൈഫിൽ അത്രയും പണ്ട് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും എനിക്ക് ഇവളെ കാണുമ്പോൾ ഏറ്റവും എത്ര വലുതായാലും ഓർമ്മ വരുന്നത് ആ കുഞ്ഞ് ആ കാലം തൊട്ടുള്ള ആ കണക്ഷൻ. അതെന്തോ എനിക്കൊരു ദൈവനിശ്ചയം പോലെ എനിക്ക് തോന്നുന്നു. കാരണം അവളുടെ ലൈഫിൽ വേറൊരു ഫീൽഡിലേക്ക് പോയി കുറച്ചും കൂടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ കാണുന്ന അല്ലെങ്കിൽ ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറി. എന്ന് വെച്ചാൽ ഞങ്ങളെക്കാളും കുറച്ചുകൂടെ വേറൊരു ലെവലിലേക്ക് അവൾ മാറി. പക്ഷെ എന്നാലും അവൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കാണിക്കുന്ന എഫേർട്ട്, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് അത് വിലമതിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ എപ്പോഴും ഞാനത് ആലോചിക്കുന്നൊരു കാര്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈഫിലെ എല്ലാ സംഭവങ്ങളിലും, സങ്കടം ആയിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും അവൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പം എനിക്കൊരിക്കലും ഒരു ഫ്രണ്ട് എന്നുള്ളതിലുപരി ഇപ്പം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയേക്കാളും അപ്പുറത്തേക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറി എന്നുള്ളത് ലൈഫിൽ ഓരോ സ്റ്റെപ്പ് മേളിലേക്ക് കയറും തോറും പ്രായം ആയിക്കൊണ്ടിരിക്കും തോറും പക്ഷെ അതിനൊരിക്കലും ഒരു കോട്ടം തട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നും അതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ അവളുടെ ലൈഫ് പാർട്ട്ണർ ആ രീതിയിലുള്ള സന്തോഷങ്ങൾ അവർക്ക് ലൈഫിൽ ഉണ്ടാവട്ടെ. എന്നും ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഹായ് ശ്രുതി, എനിക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചാമിങ് ആയിട്ടുള്ള ഗോർജിയസ് ആയിട്ടുള്ള പേഴ്സണാണ് എല്ലായ്പ്പോഴും. എനിക്ക് 5th ക്ലാസ് തൊട്ട് നമ്മൾ ഒന്നിച്ചുണ്ട്. ഇവിടെ ഒരു നമ്മൾ ഗാങ് ശരിക്കും രൂപീകരിക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു 7th മറ്റോ ആണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് അബൌട്ട് എനിക്കൊരു 15 ഇയേഴ്സായി നമ്മുടെ ഈ ഒരു ഒന്നിച്ച് നമ്മുടെ ഒരു യാത്ര തുടങ്ങിയിട്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ നീ എപ്പോഴും യു ആർ ഓൾവേസ് വിത്ത് മീ, ലൈക്ക് എപ്പോഴും ഉണ്ട് എല്ലാ മൊമെൻറ്റ്സിലും. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ടൈം മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ച് തന്നെയായിരുന്നു. ആ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന കാര്യം, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നിടയെ ചെറിയ നോട്ടങ്ങളിലും ചില സ്മൈലും കൈമാറുന്നതും എല്ലാം ഓരോന്നും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ബിഗ് സ്ക്രീനിൽ നിന്നെ കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡാണ്, ഒത്തിരി സന്തോഷമാണ്. നമുക്കാണെങ്കിൽ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ ഈ സ്ക്രീനിലൊക്കെ ആണ്ട് നിന്റെ ശ്രുതി എന്ന് പറയുമ്പോൾ ഐ ഫീൽ വെരി ലൈക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അത് ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ മിക്കപ്പോഴും നിന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഒത്തിരി കാണുന്നതാണ് ഇങ്ങനെ ഒരു വേറൊരു ഹൈ എക്സ്പോഷറിലോട്ടൊക്കെ പോകുന്ന ഒരാൾ മേ ബി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടു. പക്ഷേ യു ആർ ഡിഫറെൻറ്റ്, ലൈക്ക് സ്റ്റിൽ ആ ഒരു ബ്യൂട്ടി, നമ്മുടെ ആ റിലേഷനിലെ ഒരു ബ്യൂട്ടി നീ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഒന്നിച്ച് കൂടുമ്പോഴൊക്കെ എത്ര തിരക്കാണെങ്കിലും വന്ന് നമ്മളുടെ കൂട്ടത്തിൽ കൂടാറുണ്ട്. വലിയ സന്തോഷമാണ്. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇവളെ കൊണ്ട് വെളിയിൽ നടക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം അതാവും. എല്ലാവരും ഒരു ഫോട്ടോ നമുക്കൊരിക്കലും ശ്രുതി ഒരു സെലിബ്രിറ്റി അല്ല, കാരണം ഇത് ഇത്ര ഉള്ളപ്പോൾ തൊട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ പോകുന്ന നമ്മുടെ കൂട്ടത്തിൽ വരുന്ന സമയത്ത് സെലിബ്രിറ്റി എന്നുള്ളത് ഒരു ഫോട്ടോ എടുത്തോട്ടെ നമുക്ക് എന്തോ പോലെയാണ്. പക്ഷേ ഷീസ് എൻജോയ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടാണ് മാൻവി നമുക്കൊരു ഓൺ സ്ക്രീനിൽ കാണാം. അതുപോലെ തന്നെയാണ് ശ്രുതി. മിക്ക ക്യാരക്ടറും ഞാൻ പറയും ക്യാരക്ടറുമായിട്ട് ചേർന്ന് വരുന്ന ഒരു സ്വഭാവം തന്നെയാണ് മിക്കപ്പോഴും. ചെറിയ കുശുമൊക്കെയുള്ള ഒരു കുസൃതിയുള്ള കുട്ടിയെ പോലെ. യെസ്, എനിവേ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഇതാണ്. കാരണം വെച്ചാൽ ഇത്രയും വർഷത്തെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് മൊമെന്റിൽ അയാൾ എത്തി നിൽക്കുകയാണ്. ഒരു അടിപൊളി മാരീഡ് ലൈഫ് കിട്ടാൻ ദൈവം ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രുതി, നിനക്കറിയാം നമ്മളൊരു 2011-12 തൊട്ടാണ് ക്ലോസ് ആയത്. നമ്മുടെ ഒരു ഗ്യാങ് പോലെ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ യു ആർ ഓൾവേസ് അവൈലബിൾ. ലൈക്ക് എല്ലാ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ഒരു ഗ്യാതറിങ് വെച്ചാൽ ഇത്രയും വർഷം കഴിഞ്ഞ് എല്ലാവരും പല കോളേജ് പല ഡിഫറെൻറ്റ് +2 ഡിഫറെൻറ്റ് സ്കൂളിൽ പോയി. എന്നാൽ പോലും നമ്മൾ ടൈം കണ്ടെത്തി വരുമ്പം നീ ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിന്നിട്ടില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഞാനുള്ള ഡേറ്റും കൂടെ എടുക്കണം എന്നും പറഞ്ഞ് നീ എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ചെറുപ്പത്തിൽ നിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നിട്ട് നാടോടത്തിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിന് ഫ്രണ്ട് ഇരുന്ന് കൈയടിച്ച പോലെ ഇപ്പം നിൻ്റെ ഇവിടെ ബ്രൈഡൽ ഷോർ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഒരു എത്രയൊക്കെ കൂടുതൽ ഒരു 5ാമത്തെ ആളുടെ കല്യാണമാണ് നടക്കുന്നത്. അപ്പം പണ്ട് നിനക്ക് ഡാൻസിങ് പെർഫോമൻസിന് വേണ്ടി എത്ര ചെയർ ചെയ്തോ അതുപോലെ ഇപ്പം നീ വൈൻ ഗ്ലാസ് പൊട്ടിക്കുമ്പോൾ ചെയർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പി. എല്ലാവരും നിന്നെ ഭയങ്കര ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലാണല്ലോ എല്ലാവരും. ഇപ്പോൾ നമ്മൾ ചില കോട്ടിലൊക്കെ പറയുന്ന പോലെ ഫ്രം ക്ലാപ്പിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ദെൻ ചിയറിംഗ് as bridesmaids and waiting for you on the biggest day as a good bridesmaid, and I will be there for you in entire life also. I will be there for you as a good friend and yeah, best wishes. ഹായ് ശ്രുതി. ഇപ്പം ശ്രുതിയുടെ കല്യാണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും പിന്നെ എന്താ പറയുക നമ്മൾ ഇത്രയും എന്താ പറയുന്നത് ഇത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നൊരു കല്യാണം എന്ന് വേണേൽ പറയാം. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ 5ാമത്തെ ആളുടെ കല്യാണം അതിനെല്ലാവരും വരുന്നുണ്ട്. മീൻസ് ഇപ്പം അലീസ ആണെങ്കിലും എലിസബത്ത് ആണെങ്കിലും ഒക്കെ ഇവിടെ ആ കറക്റ്റ് സമയത്ത് എത്താൻ നോക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക നമ്മൾ ഇപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് മോർ ദാൻ 15 years. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ആണെങ്കിലും ശ്രുതി ഒരു ഇമോഷണൽ ഗേളാണ്. പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് എല്ലാ ഇമോഷൻസും പടപടയെന്നിങ്ങനെ ആളുടെ മുഖത്ത് വരും. പക്ഷെ പെട്ടെന്ന് എന്താ പറയുന്നത് നമ്മുടെ മൂഡ് മാറ്റാനും പറ്റും. എന്താ പറയുന്നത് ചെറിയ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു എന്താ പറയുക സെലിബ്രിറ്റി ആയിട്ട് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.